ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. മലയാള സിനിമയിലെ ആദ്യത്തെ 300 കോടി വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത സിനിമയാണല്ലോ ലോക. 50-ാം ദിവസത്തിലേക്ക് തിയേറ്ററുകളിൽ കടക്കുന്ന ലോക 45 ദിവസങ്ങൾ കൊണ്ടാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 300 കോടി കളക്ഷൻ കടക്കുന്ന ആദ്യ മലയാളം സിനിമയായിട്ട് മാറുന്നത്. അങ്ങനെ മലയാള സിനിമയിലെ 300 കോടി എന്ന ബെഞ്ച് മാർക്ക് സൃഷ്ടിക്കുന്ന സിനിമയായിട്ട് കല്യാണിയുടെ ലോക എന്ന സിനിമ മാറിക്കഴിഞ്ഞിരിക്കുകയാണല്ലോ. ഈ ഒരു വീഡിയോയിലൂടെ മലയാള സിനിമയിലെ ആദ്യ 50 കോടി രൂപ മുതൽ ആദ്യ 300 കോടി രൂപ വരെ കളക്ഷൻ നേടിയെടുത്ത സിനിമകളെ കുറിച്ചാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. മലയാള സിനിമയിലെ ആദ്യത്തെ 50 കോടി അതെല്ലാവർക്കും അറിവുള്ളത് പോലെ ലാലേട്ടൻ സിനിമയാണല്ലോ മലയാള സിനിമയ്ക്ക് കാണിച്ചു തന്നത്. 2013 തിയേറ്ററുകളിലേക്ക് എത്തിയ ദൃശ്യത്തിലൂടെയാണ് മലയാള സിനിമ ആദ്യമായിട്ട് 50 കോടി കളക്ഷൻ കണ്ടത്. ദൃശ്യം ഇറങ്ങി ഏകദേശം 3 വർഷത്തിനുള്ളിൽ തന്നെ മലയാള സിനിമ 100 കോടി കളക്ഷൻ കാണുന്ന കാഴ്ച, അതും ലാലേട്ടൻ സിനിമയിലൂടെ കാണുന്ന ഒരു കാഴ്ച നാം കണ്ടു. പുലിമുരുകൻ എന്ന സിനിമയാണ് മലയാളത്തിന്റെ ആദ്യത്തെ 100 കോടി. എന്നാൽ 100 കോടിയിൽ നിന്നും 150 കോടിയിലേക്ക് മലയാള സിനിമ എത്താനായിട്ട് കുറച്ചധികം സമയമെടുത്തു, വർഷങ്ങളെടുത്തു എന്നത് ശ്രദ്ധേയമാണ്. 2023 തിയേറ്ററുകളിലേക്ക് എത്തിയ 2018 മലയാള സിനിമ ചരിത്രത്തിൽ ആദ്യത്തെ 150 കോടി കളക്ഷൻ പിറന്നത്. പിന്നെ 150 കോടി രൂപ മുതൽ 300 കോടി രൂപ വരെ മലയാള സിനിമ അതിവേഗത്തിൽ വളരെ കുറച്ച് വർഷങ്ങൾ കൊണ്ട്, മാസങ്ങൾ കൊണ്ട് നേടിയെടുക്കുന്ന കാഴ്ച കണ്ടു. മലയാള സിനിമയിലെ ആദ്യത്തെ 200 കോടി കളക്ഷൻ സിനിമയായിട്ട് മഞ്ഞുമൽ ബോയ്സ് മാറിയപ്പോൾ ആദ്യത്തെ 250 കോടി സിനിമയായിട്ട് മാറിയത് എമ്പുരാൻ എന്ന ഈ വർഷം തന്നെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ്. ഇപ്പോഴത്തെ ആദ്യത്തെ 300 കോടി കളക്ഷൻ ലോകയിലൂടെ മലയാള സിനിമ കാണുമ്പോൾ മോളിവുഡ് വലിയ തോതിൽ വളരുന്നു ഓരോ വർഷം കൂടുമ്പോഴെന്നാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. ലോകയുടെ എല്ലാ മേഖലകളിലെ ഡീറ്റെയിൽ കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും മലയാള സിനിമയുടെ പൊട്ടൻഷ്യൽ അല്ല ലോക കണ്ടത് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഇതിനിടെ ലോക എന്ന സിനിമയ്ക്ക് പല റെക്കോർഡുകൾ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരുന്നല്ലോ. ലോക തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ചില റെക്കോർഡുകളെല്ലാം തന്നെ നേടിയെടുക്കുമ്പോൾ കമന്റ് ബോക്സിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കമന്റ് ആയിരുന്നു, ലാലേട്ടന്റെ റെക്കോർഡ് ഞങ്ങൾ തൂക്കി, ലാലേട്ടന്റെ എല്ലാ റെക്കോർഡുകളും തൂക്കി, ഇനി ലാലേട്ടൻ ഒരു റെക്കോർഡ് പോലും ബാക്കിയില്ല നോക്കി. ഇത് പറയുന്നത് ആരാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഒരു സമയത്ത് ഇഷ്ടനടനായിരുന്ന എന്നാൽ ബോക്സ് ഓഫീസിന്റെ കാര്യത്തിൽ ഒരു റെക്കോർഡും ഇല്ലാത്ത വട്ടപൂജനായ ഒരു നടന്റെ പരിണമിച്ച ആരാധകർ അടുത്ത കാലത്ത് കല്യാണി പ്രിയദർശന്റെ ആരാധകരായിട്ട് മാറിയ വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതാണല്ലോ. ആ നടന്റെ ആരാധകരാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലാലേട്ടന്റെ എല്ലാ റെക്കോർഡും തൂക്കി എന്ന് പറയുമ്പോൾ FT മുതലുള്ള റെക്കോർഡുകൾ നോക്കണം. ഇപ്പോഴും FT വീക്കെൻഡ് റെക്കോർഡ്, FT വേൾഡ് വൈഡ് കേരള കളക്ഷൻ റെക്കോർഡ് എല്ലാം തന്നെ ലാലേട്ടന്റെ പേരിലാണ്. എന്തായാലും അത് മാറ്റി നിർത്തിയാൽ ഇനി ഫൈനൽ കളക്ഷന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിലും ലാലേട്ടന്റെ ഒരു റെക്കോർഡ്, അതോടൊപ്പം തന്നെ എമ്പുരാൻ എന്ന സിനിമയുടെ ഫൈനൽ ഓവർസീസ് കളക്ഷൻ റെക്കോർഡ് ഇപ്പോഴും ലോകയ്ക്ക് തൊടാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ലോക എന്ന സിനിമയുടെ നിലവിലെ ഓവർസീസ് കളക്ഷൻ $13 മില്യൺ മുകളിലാണ്. എന്നാൽ എമ്പുരാന്റെ ഫൈനൽ ഓവർസീസ് കളക്ഷൻ $17 മില്യൺ അടുത്താണ്. അപ്പോൾ ആ കളക്ഷൻ റെക്കോർഡ് ഇനിയും ലോകയ്ക്ക് തൊടാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഏത് മലയാളം സിനിമ ഇനി എമ്പുരാന്റെ ആ ഓവർസീസ് റെക്കോർഡ് മറികടക്കുമെന്ന് കാത്തിരുന്ന് കണ്ടറിയാം. ഇനി അവസാനമായിട്ട് നമുക്ക് ഈ അടുത്ത കാലത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു തിയറിയിലേക്ക് വരികയാണെങ്കിൽ, സ്വന്തം ഇഷ്ട നടൻ ബോക്സ് ഓഫീസിൽ ഒരു പാഴാണെങ്കിലും ഒരു റെക്കോർഡ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ലാലേട്ടൻ ഒരു റെക്കോർഡും നേടിയെടുക്കാനും പാടില്ല, ലാലേട്ടന്റെ റെക്കോർഡ് ഹോൾഡ് ചെയ്ത് നിലനിൽക്കാനും പാടില്ല. ആ റെക്കോർഡ് ആര് മറികടക്കുന്നു, പിന്നെ ഞങ്ങൾ അടിമകളായിട്ട് ലോകയിലെ കല്യാണിയുടേത് പോലെയുള്ള ആരാധകരായി തുടർന്നോളാം എന്നൊരു തിയറിയാണ് അടുത്ത കാലത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ കാത്തിരിക്കും ഇതുപോലുള്ള മോളിവുഡ് സിനിമ റെക്കോർഡ് വാർത്തകൾക്ക്.